ഹായ് ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തത് ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ 2 ദിവസത്തെ വിശേഷങ്ങളെല്ലാം കൂടിയിട്ട് 5 മിനിറ്റിൽ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ പോയിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ വെള്ളംകൊടിയും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നെയ്പ്പത്തിലാണ്. അപ്പോൾ അടിയിൽ കണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു പൊറോട്ട അത് തലേന്നെത്തിയാന്ന് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട. അപ്പോൾ ഇതാ ബീഫ് കറിയും ബീഫ് ഫ്രൈയും ഏനും ഉണ്ടായിട്ടുണ്ടായത്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മളൊന്ന് റെഡി ആയിട്ടുണ്ടേനും പുറത്തേക്ക് പോകാൻ. വേറെ എവിടെയുമല്ല, ഹോസ്പിറ്റലിലേക്കാണ്. ഞാനിവിടെ ഫുള്ള് സൈഡായിട്ടാണ് കേട്ടോ ഉള്ളത്. തണുപ്പ് പിടിച്ച് ആകെ തൊണ്ടവേദനയും ജലദോഷവും ചുമയും എല്ലാമായി ആകെ കൂടി സൈഡായിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ എല്ലാം ഭയങ്കര ഡിലേ ആയി പോകുന്നത്. അങ്ങനെ ഇതാ ഉച്ചക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിനി. നല്ലൊരു അടിപൊളി ഫുഡ് തന്നെ കേട്ടോ. സീ ഫുഡ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കല്ലുമ്മക്കായ് ഫ്രൈയും മയക്കൂറ് വരിച്ചതും എല്ലാം കൂടി നല്ലൊരു അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ഇതാ ബേക്കറി കയറിയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം കൊത്തി നോക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോക്കാന്ന് കേട്ടാ. ഇപ്പോൾ പുറത്തേക്ക് എവിടെ പോകാനാണെങ്കിലും മോളെ കൂട്ടി പോകേണ്ട അവസ്ഥയാണ്. വീട്ടിലാരും ഇല്ലാതെ അപ്പം എങ്ങനെയായാലും എവിടെ ആയാലും മോളെ കൂട്ടിയിട്ട് തന്നെ പോകേണ്ടി വരുത്തുണ്ട്. അങ്ങനെ ഇതാ വീട്ടിലെത്തിയപ്പോഴാണ് മീഷോന്ന് ഓർഡർ ആക്കിയ ഒരു സംഭവം വന്നത്. അപ്പോൾ എൻ്റെ അനിയത്തി കസിൻ്റെ കല്യാണത്തിനേക്ക് വേണ്ടിയിട്ട് ഓർഡർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അവ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അൺബോക്സ് ചെയ്യലാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അൺബോക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇതാ ഒരു നെറ്റിക്കുറിയും കമ്മലും വേനും കേട്ടോ ഓർഡർ ആക്കിയത്. ഇപ്പോൾ ബോക്സിലെല്ലാം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. സാരില്ല, പാക്കറ്റില്ലെങ്കിൽ പാക്കറ്റ്. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഫോട്ടോയിൽ കണ്ടതിനേക്കാളും ഭയങ്കര ഹെവി ആയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഇതെല്ലാം യൂസ് ആക്കിയിട്ടുണ്ട്, വാങ്ങിയിട്ട് മുതലായി ഇനി എന്തായാലും. അങ്ങനെ ഇതാ ഇതെല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അവിടെ ഗേറ്റെല്ലാം ഓപ്പൺ ആക്കി ഇടും കേട്ടോ. അവിടെ അധികം കുട്ടികളെല്ലാം കളിക്കാൻ കയറുന്ന കാണാം സ്കൂളില്ലാത്ത ടൈമല്ലോ. അപ്പോൾ നല്ല ഗാർഡൻ പോലെയും പാർക്ക് പോലെയെല്ലാം ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികൾക്കെല്ലാം നല്ല റിലാക്സ് ആയിട്ട് കളിക്കാമല്ലോ. അതുകൊണ്ട് കുറച്ച് ടൈം അവിടെ പോയിട്ട് കുട്ടികളെല്ലാം കുറച്ച് കളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായത്. അധികം വണ്ടിയൊന്നും വരാത്ത റോഡായതുകൊണ്ട് തന്നെ ഇങ്ങനെ നടക്കാനൊന്നും വലിയ പേടിയില്ലാണ്ട് നടക്കുക. അപ്പോൾ എൻ്റെ സൗണ്ടിന് ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ക്ഷമിക്കുക. അപ്പോൾ രാത്രിത്തെ ഫുഡ് പത്തലും സോയാബീൻ കറിയാനും കേട്ടോ. അതിൻ്റെ കൂടെ മത്തി വരട്ടിയതും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് പുട്ടും തക്കാളി മുളകിട്ടതേനു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് ബിങ്കോ കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റെഡ് ബിങ്കോ എന്ന് പറയുന്നത്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റാണ്. അങ്ങനെ ഇതാ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ചോറും സാമ്പാറും മീൻ പൊരിച്ചതും പിന്നെ രാവിലത്തെ കറിയും ഇങ്ങനെ കൂട്ടുകറി പോലെ ആക്കിയതാണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ കൂട്ടുകറിയെല്ലാം. അങ്ങനെ ഇതാ കടലക്കറിയെല്ലാം കൂട്ടുകറി പോലെ ആക്കിയാലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബോട്ടി പൊരിച്ചത്, അച്ചാർ, തൈര്, വറവ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ സദ്യ പോലെ ഉണ്ടെന്നും മറ്റെല്ലാം ചുറ്റിലും വെച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് കരുതി. അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കക്കിരിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്കിരി ഇങ്ങനെ കഴിക്കാൻ വേണ്ടി. ഈ കക്കിരി എങ്ങനെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ പച്ചമുളകും പുളിനാരങ്ങയും എല്ലാം ഇട്ട് ഉപ്പും ഇട്ട് പരക്കിയിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. ഇനി വെറുതെ ഇരിക്കുമ്പോൾ കക്കിരി ഉണ്ടെങ്കിൽ ഞാൻ അധികം ഇങ്ങനെയാണ് കേട്ടോ കഴിക്കൽ. പിന്നെ വൈകുന്നേരം ഉമ്മ ബോണ്ട ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ ചുടുമ്പോൾ തന്നെ എടുത്തെടുത്ത് തിന്നുന്നത്. പിന്നെ ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ തിന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇതാ നല്ല അടിപൊളി ബോണ്ടയാണ് കേട്ടോ, കുഞ്ഞി കുഞ്ഞി ബോണ്ട. അങ്ങനെ ആ ബോണ്ടയെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ രാത്രിയാണ് കേട്ടോ വീഡിയോ എടുത്തത്. അങ്ങനെ രാത്രിക്കുള്ളേ കറിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കനെല്ലാം എടുത്ത് കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയാണ് കേട്ടോ ആക്കുന്നത്. ഇതാ ഇപ്പുറത്തെ പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റും കൂടി ചെയ്യാം. നിങ്ങൾ കമൻറ്റെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇതാ നമുക്ക് മയോണീസും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് പാലിൻ്റെ മയോണീസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ പാലിനെ കൊണ്ട് മയോണീസ് ആക്കാൻ തുടങ്ങിയതിന് ശേഷം മുട്ടൻ്റെ മയോണീസ് ആക്കലേ ഇല്ല. അങ്ങനെ ഇതാ നമ്മളെ ചിക്കൻ കറിയും കബൂസും മയോണീസും എല്ലാം കൂടിയിട്ട് രാത്രിയത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇതാ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ബെല്ലൈക്കണിൽ ഓളെന്ന് കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.
അപ്പോൾ എന്തായാലും ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.